മോർണിംഗ്. ഞാൻ ജാനി ടീച്ചറാണ്. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ക്ലാസ് ആയിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുവാണെങ്കിൽ അതിന് മറുപടി തരാം. ഇനിയിപ്പോ ജൂണില് സ്കൂള് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പല കുട്ടികളും ഭിന്നശേഷി കുട്ടികൾ സ്കൂളിലേക്ക് ചേരാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട അഡ്മിഷന്റെ കാര്യത്തിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസ അവകാശം പറയുന്നത് എല്ലാവർക്കും നിർബന്ധിതമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് തന്നെയാണ്. അപ്പൊ അതില് നമ്മുടെ പ്രീ സ്കൂള് തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശം പറയണത്. അപ്പോ കോളേജ് ലെവലിലും ഇത് ബാധകമാണ്. നമ്മുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് 40% ആൻഡ് എബവ് ഡിസബിലിറ്റി ഉള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു അവകാശം നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും MG യൂണിവേഴ്സിറ്റി ആണെങ്കിലും തന്നെയല്ല, ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും 40% ആൻഡ് എബവ് ഡിസബിലിറ്റിയുള്ള എല്ലാ കുട്ടികൾക്കും സീറ്റ് കൊടുക്കണം എന്നുള്ള തന്നെയുള്ളതാണ് നമ്മുടെ നിയമം. പിന്നെ നമ്മൾ 10th-ലും +2-ലൊക്കെ ഉള്ള പോലെ തന്നെ സ്ക്രൈബും ഇന്റർപ്രറ്ററും അങ്ങനെയുള്ള സേവനങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്നെ കുറച്ച് പാരൻസിനെ കോണ്ടാക്ട് ചെയ്തവർ പറഞ്ഞത് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികള്, അതുപോലെ ഓട്ടിസം തന്നെ കുറച്ച് ഹൈപ്പർ ലെവലില് ADHD അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികളെ അഡ്മിഷൻ ചില സ്കൂളുകാർ എടുക്കുന്നതിൽ അവർക്ക് താല്പര്യക്കുറവ്, PTA ഭാഗത്ത് നിന്ന് അതിനൊരു സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഏതൊരു കുട്ടിയും നോർമൽ കുട്ടീനെ പോലെ തന്നെ നോർമൽ സ്കൂളുകളിൽ അവരെ പോലെ ഇരുന്ന് പഠിക്കാനുള്ള അവകാശം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോ അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതും അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതും നമ്മുടെ അവകാശമാണ്. ഞാൻ പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്കൂളുകളിൽ തന്നെ നമ്മുടെ കുട്ടികളെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയണത്. അങ്ങനെ പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമൽ പൊതുവിദ്യാഭ്യാസ ഓരോ സ്കൂളിനും ഓരോ BRCകൾ ഉണ്ടാവും. എനിക്ക് പാരൻസിന് അറിയാൻ പറ്റും. ഈ BRCയുടെ കീഴില് ഒരുപാട് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടി ഓട്ടിസം സെന്റേഴ്സ്, പിന്നെ CP, അങ്ങനെ OH കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള OH ഉപകരണങ്ങൾ വിതരണം, കണ്ണട കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടും BRC തലങ്ങളില് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലാണ് കുട്ടി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 2 ദിവസമെങ്കിലും ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവും. അപ്പോൾ ആ 2 ദിവസങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ സേവനം കുട്ടിക്ക് കിട്ടും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് BRCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്റേഴ്സിലോ കെയർ സെന്ററിലോ കുട്ടികൾക്ക് സ്പീച്ചോ ഫിസിയോതെറാപ്പിയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് തെറാപ്പികൾ കൊടുക്കാനായിട്ട് പറ്റും. സോറി കേട്ടോ, എൻ്റെ നെറ്റിന് ചെറിയൊരു പ്രശ്നം വന്നു. അത് എല്ലാ കോളേജിലും, ചില കോളേജിലല്ല, അവിടെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കോളേജുകളിൽ എന്താ പറയാ, സ്ഥിരമായിട്ട് വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികളെ മാത്രമേ അവര് അലോ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഗ്രി കൊടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലല്ല, കോളേജിൽ തന്നെ, ഗവൺമെന്റ് കോളേജിൽ, അത് പ്രൈവറ്റ് കോളേജ് പറ്റില്ല. ഗവൺമെന്റ് കോളേജിൽ കുട്ടിക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ട്
നമുക്ക് നമ്മൾ +10th +2 ചെയ്ത പോലെ സ്ക്രൈബോ ഇൻറ്റർപ്രെറ്ററോ വെച്ച് നമുക്ക് ഇപ്പോൾ ഡിഗ്രിയും ചെയ്തെടുക്കാം കേട്ടോ. സോറി കേട്ടോ, എൻ്റെ നെറ്റിന് ചെറിയൊരു പ്രശ്നം വന്നു.